അങ്ങനെ ഞങ്ങളിതാ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നേര് എന്ന സിനിമ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. നേരെന്ന് പറഞ്ഞ സത്യം പറയാലോ നല്ല സൂപ്പർ പടമായിട്ടുണ്ട്. ജിത്തു ജോസഫിന്റെ സിനിമകൾ കാണാൻ എല്ലാ ആൾക്കാർക്കും അറിയാം. എല്ലാ പ്രത്യേക ഒരു മെന്റാലിറ്റിയാണ് ആളുടെ ഓരോ കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടന്റെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, അടിപൊളി സിനിമ. എന്തായാലും മോഹൻലാലിന് ഒരു വിജയ സിനിമ അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമായിരുന്നു. കാരണം 2023 എന്ന ഈ ഒരു വർഷം അവസാനിക്കാൻ പോകുമ്പോൾ മോഹൻലാലിന് ഒരു വിജയ ചിത്രമില്ല. അത് വലിയൊരു കുറവ് തന്നെയായിരുന്നു. ആ കുറവ് ജിത്തു ജോസഫ് തന്നെയാണ് നികത്തി കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ഒരു കഥ, ഒരു കോടതിയിൽ വെച്ച് സംഭവിക്കുന്ന ഒരു കാര്യം. അതായത് ഒരു പെൺകുട്ടി, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കപ്പെട്ട പ്രതിയെ പിടിച്ചതിന് ശേഷം ആ കേസ് തെളിയിപ്പിക്കുന്ന ഒരു സംഭവം. അതായത് ചെറിയൊരു കഥയാണ്, പക്ഷെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അല്ലെ, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രതി എന്ന് പറയുന്നത് അതിസമ്പന്നമായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ വക്കീലൊക്കെയാണ് ഈ ഒരു പ്രതിക്ക് വേണ്ടി ഹാജരാണ്. അവിടെ നമ്മുടെ നായകൻ കുറച്ച് കാലത്തിന് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വക്കീൽ കുപ്പായ അണിഞ്ഞ് വരികയും പിന്നീട് ആ കേസ് തെളിയിക്കുകയില്ല എന്നുള്ളത് ഈ ഒരു സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും ഗംഭീര പെർഫോമൻസ് സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അതായത് ഇപ്പോ ഒരാളെ പോലും വിട്ട് മാറ്റി നിർത്താനല്ല, എല്ലാവരും അഭിനയിച്ച എല്ലാവരും. കോടതി റൂമിലൊക്കെ തൊട്ടു മുന്നേ ഒരു സീനുണ്ട്, അതൊന്നും രക്ഷയില്ലാത്ത സീനാണ്. പക്ക ഒരു അമാനുഷികനായിട്ടുള്ള ഒരു ഹീറോ അല്ല അതില്, സാധാരണ ഒരു വക്കീല്. പക്ഷെ ചില സീനുകൾ എണീറ്റ് നിന്ന് കൈയടിക്കും. ആ ഒരു കാര്യം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമ കാണുമ്പോൾ അത്യാവശ്യം ആളുകൾ അത്യാവശ്യം ഒരു പകുതിയോളം ആളുകളുണ്ടോ. പക്ഷെ എന്തായാലും ഇനി അങ്ങോട്ട് സിനിമക്ക് ആള് കയറുന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ ഒരു 10 വർഷം മുന്നേ ഒരു ദൃശ്യം എന്ന സിനിമ ഉണ്ടായത് അല്ലേ. അത്രത്തോളം വലിയ സിനിമയാണെന്നും പറയുന്നില്ല, പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സിനിമ വലിയ ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാതെ കയറിയതുകൊണ്ടായിരിക്കും അല്ലെ. പിന്നെ ജിത്തു ജോസഫിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ തന്നെ ആൾക്കാർ അറിയാം. ഏകദേശം ഇപ്പൊ ഈ ദൃശ്യം 1 ഉം 2 ഉം കണ്ട ആൾക്കാർക്ക് അറിയാം, ഡിറ്റക്റ്റീവ് കണ്ട ആൾക്കാർക്ക് അറിയാം. അയാളുടെ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മൈൻഡാണ്. അയാൾ ആലോചിക്കുന്ന എങ്ങനെയെന്ന് മനസ്സിലാവില്ല നമുക്ക്. അയാളുടെ ആലോചന അത്രയ്ക്ക്. ആള് പറയുന്നുണ്ട് ഇപ്പൊ അടുത്ത് ഈ ഒരു സിനിമ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് പറഞ്ഞു അത് ചെറിയ ടൈമിൽ കിട്ടിയ പാടാണ്. ചെറിയ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ പടം വലിയ ടൈം ഗ്യാപ്പ് വന്നപ്പോ മോഹൻലാലിന്റെ ഡേറ്റ് അനുസരിച്ച് ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്നാ പറയണത്. പക്ഷെ ഈ ഒരു ചെറിയ സിനിമ പോലും എത്ര സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ആളുകൾ, അതിപ്പോ സിനിമയിൽ അനശ്വരരാജനാണെങ്കിലും ശരി, മോഹൻലാൽ, സിദ്ദീഖ്, പ്രിയാമണി, ജഗദീഷ് അഭിനയിച്ച എല്ലാ ആളുകളും കിട്ടും. അതുപോലെ തന്നെ ഫ്രെയിം വർക്ക് ഒക്കെ നല്ല ഛായാഗ്രഹണമൊക്കെ അടിപൊളിയായിട്ടുണ്ട്, രക്ഷയില്ല. പിന്നെ വലിച്ചു നീട്ടുന്ന പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ബോറടിക്കില്ല. പാട്ട് സാധാരണ ഒരു ബോറടി വരുമ്പോഴാണ് ഒരു പാട്ട് കൊടുത്തിട്ട് നമ്മുടെ ബോറടി മാറ്റുക. പക്ഷെ ഇതിലൊരു പാട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മൾ കണ്ടിരുന്ന ഈ ഒരു സിനിമ കഴിയുന്നത് നമ്മൾ അറിഞ്ഞുപോലും. ഒരു സ്ഥലത്ത് പോലും ക്ലൈമാക്സ് സീനിലൊക്കെ നമ്മള് അയ്യോ ഇത് എങ്ങനെ സംഭവിക്കൂ. കാരണം അത്രയും ഒരു മൈൻഡ് സെറ്റ് മാറി വരുന്ന ഒരു തരത്തിലുള്ള ഒരു ടോക്ക് വരുന്നുണ്ട്. ആ സമയത്ത് സംസാരം വരുന്നുണ്ട്. ആ സമയം കഴിഞ്ഞിട്ട് ആ പടത്തിൽ ലാസ്റ്റ് കോടതി റൂമിൽ വെച്ചൊരു സീന്, അതെന്തായാലും കലക്കിയുണ്ട്, ഒരു രക്ഷയില്ല. ഈ ഒരു പടം കാണാൻ നിൽക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാൻ അത്രേ ഉള്ളൂ, ധൈര്യത്തോടെ ടിക്കറ്റ് എടുത്തു. ഒരിക്കലും പൈസ ഇല്ല. കാരണം അത്യാദ്യം മേക്കിംഗ് ആണ് സിനിമ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയൊരു കഥയാണ്. ഈ ചെറിയ കഥ എങ്ങനെയാണ് ഇത്രയും വലിയ സിനിമ ആക്കുക നമ്മൾ ചിന്തിക്കും. പക്ഷെ ആ ഒരു ചെറിയ കഥയിൽ ഒരു സിനിമ ആക്കിയ ആ ഒരു ജിത്തു ജോസഫിന്റെ മൈൻഡ് ഓരോ പോയിന്റും കൊണ്ടുപോയി കണക്ട് ചെയ്ത് കൊടുന്ന് ലാസ്റ്റ് ആ സിനിമ സക്സസ് ആയി അവസാനിപ്പിക്കുന്ന അതൊരു ഡയറക്ടറിന്റെ കഴിവ് തന്നെയാണ്. ജിത്തു ജോസഫിന് അതുണ്ട്. പോരാത്തതിന് ലാലേട്ടൻ കൂടി ആയപ്പോ പക്കയുണ്ട്. ഒരു മാസ് പടം, പക്ഷേ ഒരു രക്ഷയില്ലാത്തൊരു സീൻ. വേറൊരു കാര്യം ഒന്ന് മനസ്സിലായത്, മോഹൻലാലിനെ ഒരു മാസ് അദ്ദേഹത്തിന്റെ താരമൂല്യം കണക്കാക്കിയിട്ട് ഒരു സിനിമ എടുക്കരുത്. അദ്ദേഹത്തിന്റെ നടനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച ആ ഒരു നല്ല സിനിമ. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ മീശബിരിയും മടക്കൂത്തൊന്നല്ല, ഒന്നല്ല. ആളെ അഭിനയിക്കണ പോലെ അഭിനയിക്കാൻ ഒരു മലയാളത്തിൽ നടൻ ശരിക്കില്ല. ഒരു ഇൻട്രോ സീൻ ഉണ്ട്. ഇൻട്രോ സീനൊക്കെ ഒരു സൂപ്പർ താരത്തിന് വളരെ നൈസ്. ഞാൻ കരുതിട്ടോ എന്തിനാ ഇയാൾ അങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തത്. അപ്പൊ ആ ഇൻട്രോ വേണ്ടുള്ളൂ. മോഹൻലാൽ എന്നുള്ള ഒരു വ്യക്തിയല്ല കേട്ടോ അവിടെ. ആ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ കാണാനാണ് നമ്മൾ മനസ്സിൽ ശരിക്കും നമ്മുടെ കണ്ണിലൂടെ കാണുന്ന ആ ക്യാരക്ടറാണ്. പക്ക പടമാണ്, ഒരു രക്ഷയില്ല. പടം കാണാൻ നിൽക്കുന്ന ഒരു ധൈര്യത്തോടെ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോളൂ, ഒരു രക്ഷയില്ല. ഇത് ഞങ്ങൾ രണ്ടാളും പറഞ്ഞ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അല്ലെ. അതെ, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഞങ്ങൾ വലിയ അഭിപ്രായം പറയുന്ന ആളുകളൊന്നുമല്ല. ഞങ്ങൾക്ക് സിനിമ കണ്ടിട്ട് എന്താണോ തോന്നുന്നത് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യാത്രേ ഉള്ളൂ. എന്തായാലും മോഹൻലാൽ എന്ന നടൻ ഫീൽഡ് ഔട്ട് ആവാനുള്ള ഒരു ചാൻസും ഇല്ല കേട്ടോ. കാരണം നല്ല സംവിധായകർ കിട്ടി, അതുപോലത്തെ സംവിധായകരും വേണ്ടോ, നല്ല സംവിധായകർ. ഇപ്പൊ എത്രയോ വലിയ വലിയ സംവിധായകർ മോഹൻലാൽ വെച്ച സിനിമ എടുത്തു. ബി ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ പ്രിയദർശൻ, വൈശാഖ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എടുത്തു. അവരൊക്കെ എടുത്തത് മോഹൻലാൽ എന്ന താരത്തിനെയാണ്. പക്ഷെ മോഹൻലാൽ എന്ന നടൻ എടുത്തു കഴിഞ്ഞാൽ എണ്ണം പടം എല്ലാവരും പോയി കാണാം. അതെ, നിങ്ങൾ ആ ടിക്കറ്റിന്റെ പൈസ എന്തായാലും പോകില്ല. ആ ഒരു കാര്യം ഉറപ്പാണ്. കാരണം ക്രിസ്മസ് റിലീസ് ആയിട്ട് വലിയ സിനിമകൾക്ക് മുന്നിൽ ഒരു ചെറിയ സിനിമ, മലയാള സിനിമ വന്നിട്ടാണ്. ഈ ഒരു സിനിമ ഈ ഒരു സമയത്ത് ഇടുമ്പോ തന്നെ വിചാരിച്ചു വലിയൊരു പ്രതീക്ഷ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഞാൻ നമ്മൾ ആദ്യ ഷോ കണ്ടില്ലേ, 10 മണിക്കാണ് പടം ഇട്ടത്. ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു പടം വമ്പ ഹിറ്റ് ആവും. ഇനി വരാൻ നിൽക്കുന്ന എന്തായാലും നല്ല നല്ല പടങ്ങൾ വരാൻ നിൽക്കുന്നുണ്ട്. ആ പടത്തിനൊപ്പം ഈ പടം പിടിച്ചു നിൽക്കും. അത് നിൽക്കും. കാരണം ഇനി വരാനുള്ള പടങ്ങൾ എന്ന് പറഞ്ഞാൽ സലാറ് പോലത്തെ സിനിമകളാണ്. അതൊക്കെ ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചുള്ള സിനിമകളല്ലേ.
അതൊരു മാസമുള്ള സിനിമകളാണ്. അപ്പൊ ഇതെന്തായാലും കുടുംബ പ്രേക്ഷകർ കയറും, പ്രത്യേകിച്ച് ലേഡീസ് ഈ സിനിമക്ക് കയറും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒരു ലേഡി കയറി കഴിഞ്ഞാൽ പിന്നീട് കൂട്ടുകാരികളെ കൊണ്ട് പോലും ഈ സിനിമ കാണാൻ പോകും. കാരണം ഒരുപാട് ഇൻഫർമേഷൻ ചെറുതായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒരു സീനുണ്ട്, മാധ്യമപ്രവർത്തകരനെ എടീന്റ് ഇന്ന് കയ്യിലിരിക്കുന്ന സീനാണ്. അതെ, അതെന്തായാലും നിങ്ങൾ സിനിമ ക്ലൈമാക്സ് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. അത് പറഞ്ഞിട്ട് അതിന്റെ സസ്പെൻസ് ഒരു സുഖം കളയുന്നില്ല. 1-2 സീനുകളൊക്കെ നമ്മള് ഒരു മാസ സിനിമ കാണുന്ന അതേ ഫീലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. കോടതിയിലൊക്കെ ചില സീനുണ്ട്, പൊന്നോ വെറുതെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും പടം കാണാൻ പോവുക, പടം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതെ, കണ്ടവര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള റിവ്യൂസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇനി തുടർന്നുണ്ടാവും. പടം കാണും, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ മൂവി റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.